ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു, ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു, നിത്യമാം സ്നേഹത്താൽ നിത്യതയോളവും നിശ്ചയമെന്നേശു എന്നെ സ്നേഹിക്കും. നിത്യമാം സ്നേഹത്താൽ നിത്യതയോളവും നിശ്ചയമെന്നേശു എന്നെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും ഈ കർത്തൃദിവസത്തിൻ്റെ രാവിലെ സമയത്ത് ദൈവവചനമായിട്ട് അല്പസമയം നമുക്ക് ഒന്നിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയിലെമ്പാടുമുള്ളതായ വിശുദ്ധന്മാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ സുദിനത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആരാധന ദൈവത്തിന് കൊടുക്കുക എന്ന നിലയിൽ ഒരു ദൃഷ്ടാന്തം നമുക്ക് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന വിവരമറിഞ്ഞ് വിദ്വാൻമാർ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരുന്ന ആ സംരംഭമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത്. അവരുടെ ദീർഘയാത്രയുടെ ഉദ്ദേശം തന്നെ ദൈവപുത്രനെ നമസ്കരിക്കുക, ആരാധിക്കുക ആയിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരാധനയ്ക്ക് ഉത്ബോധമായിരിക്കുന്ന പല കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, ആരാധിക്കുന്നത് വിദ്വാൻമാരുടെ, ബുദ്ധിയുള്ളവരുടെ പ്രവൃത്തിയാണ്. ഇവിടെ നാം കാണുന്നത് ആ ദേശത്ത് എത്രയോ ആൾക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിദ്വാൻമാർക്കാണ് വലിയവനായ ദൈവം ഈ ജ്ഞാനം കൊടുത്തത്. ആ മനുഷ്യർക്ക് ആ കർത്താവിൻ്റെ ജനനത്തെ പറ്റിയുള്ളതായ കാര്യം പറയുകയും ആ വിദ്വാൻമാർ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോകുകയും ചെയ്യുന്നു. പ്രിയ വിശ്വാസികളെ, നാം ബുദ്ധിഹീനരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയുള്ളവരാക്കി, വിദ്വാൻമാരാക്കി തീർത്തു. രണ്ടാമതായിട്ട് നാം കാണുന്നത്, ആരാധന ദൈവിക നടപ്പിന് അനുസരിച്ച് ആയിരിക്കണം. ഈ വിദ്വാൻമാർ ദൈവപുത്രൻ്റെ അടുക്കൽ വന്ന് അവരുടെ നിക്ഷേപങ്ങൾ കാഴ്ചവെച്ച് ആരാധിക്കുന്നതിന് ഒരു നക്ഷത്രം അവർക്ക് വഴികാട്ടിയായിരുന്നു. ഇന്ന് നമുക്ക് ആരാധനയ്ക്ക് വഴികാട്ടിയായിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവാത്മാവ് ദൈവവചനം വഴി നമ്മെ നടത്തുന്നു. പിതാക്കന്മാരുടെ പാരമ്പര്യമോ നമ്മുടെ മനസാക്ഷിയുടെ വെളിച്ചമോ അല്ല, മാറ്റമില്ലാത്തതും തെറ്റിക്കൂടാത്തതുമായ ദൈവവചനമാണ് രക്ഷയ്ക്കും ആരാധനയ്ക്കും നമുക്ക് പ്രമാണമായിരിക്കുന്നത്. മൂന്നാമതായിട്ട് നാം കാണുന്നത്, ആരാധന വേർതിരിവും ത്യാഗവും ആവശ്യപ്പെടുന്നു. ഈ വിദ്വാൻമാരെ വലിയവനായ ദൈവം ആരാധിക്കുവാൻ നിയോഗിച്ചപ്പോൾ അവരുടെ സ്വദേശത്തെയും ബന്ധുമിത്രാദികളെയും ഭവനക്കാരെയും ഒക്കെയോട് യാത്ര പറഞ്ഞ് അന്യരും പരദേശികളുമായി നക്ഷത്രത്തെ അനുഗമിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് വന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കും ആരാധനയ്ക്ക് ഒരു വേർതിരിവും ഒരു സെപ്പറേഷൻ, ഒരു ത്യാഗവും ആവശ്യമാണ്. എത്രയോ ത്യാഗത്തോടുകൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ കർത്താവിനെ കാണുവാനും കർത്താവിനെ ആരാധിക്കുവാനുമായിട്ട് വന്നത്. നാലാമതായിട്ട് നാം കാണുന്നത്, ആരാധന നിശ്ചയദാർഢ്യവും ഏകാഗ്രതയും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഈ വിദ്വാൻമാർ ദീർഘയാത്ര ചെയ്ത് യെരുശലേമിൽ എത്തിയപ്പോൾ കണ്ട കാര്യം അവരെ അത്ഭുതപ്പെടുത്തി. തങ്ങളുടെ മഷികയുടെ വരവിനെ സ്വാഗതം ചെയ്യുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനത്തെയല്ല, മഷിക വരുന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരും ആ രാജാവിനെ നമസ്കരിക്കുവാൻ വന്നതിൻ്റെ അമർഷം പൂണ്ടവരുമായിട്ടാണ് യഹൂദ ജനതയെ അവർ കണ്ടത്. ഹെരോദാവും ജെറുസലേമും ഒക്കെയും ഭ്രമിച്ചു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്.
യഹൂദന്മാരുടെ രാജാവ് ബേത്ലഹേമിലാണ് ജനിക്കേണ്ടതെന്ന് തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി യഹൂദ പ്രമാണികൾ വിദ്വാൻമാരോട് പറഞ്ഞു. എന്നാൽ ആ പ്രമാണികളിൽ ഒരാളെങ്കിലും അവരോടുകൂടെ പോയതായി നാം കാണുന്നില്ല. അത്രയ്ക്ക് അവർ വിവേകശൂന്യരും വികാരശൂന്യരുമായിരുന്നു. മാത്രമല്ല ഹെരോദാവ് കപടവേഷത്തിൽ എതിർപ്പം പ്രകടമാക്കി. എന്നാൽ ഇതുകൊണ്ടൊന്നും വിദ്വാൻമാർ ഇളകിപ്പോയില്ല. ക്രിസ്തുവിനെ കണ്ട് ആരാധിക്കേണ്ടതിന് വേണ്ടി അവർ മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാം. അഞ്ചാമതായിട്ട് നാം കാണുന്നത് ആരാധന സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. ശിശു ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മീതെ വന്ന് നിൽക്കുവോളം നക്ഷത്രം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഈ ദൈവിക നടത്തിപ്പിൽ അവർ അത്യന്തം സന്തോഷിച്ചു. ദൈവപുത്രനെക്കുറിച്ചുള്ള ചിന്ത ആരാധനയിലേക്ക് നടത്തുമെന്ന് മാത്രമല്ല, ആരാധകനെ അവർണ്ണനീയമായ ഒരു സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് യോഹന്നാൻ 20:20 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആരാധന ദൈവപുത്രനെ കാണുക എന്ന വ്യവസ്ഥതയോടു കൂടിയാണ്. കർത്താവായ യേശുവിനെ കണ്ടപ്പോഴാണ് അവർ വീണ് അവനെ നമസ്കരിച്ചത്. ആരിൽ കൂടിയാണോ പിതാവ് തൻ്റെ ഗുണലക്ഷണങ്ങളും മഹത്വവും വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവനെ വിശ്വാസത്താൽ കണ്ട് ധ്യാനിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസി ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ പ്രാപ്തമാകുന്നത്. പിതാവിനെ കാണാൻ കഴിയുന്നത് പുത്രനിൽ കൂടി മാത്രമാണ്. പിതാവിനെ അനുഭവത്തിൽ അറിയുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമാർന്ന ഐക്യം ആരാധിക്കുന്ന ജനത്തിന് വെളിപ്പെടുന്നു. ജീവിതത്തിൽ കരുതലില്ലാത്തതിനാലും ലോകമയത്വത്താലോ ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപം നിമിത്തമോ വിശ്വാസിയുടെ ആത്മീയ ദർശനം മങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ യാഗപീഠത്തിൽ നിന്ന് ആരാധനയുടെ ജ്വാലകൾ ദൈവസന്നിധിയിലേക്ക് ഉയരും. ആ രീതിയിലായിരിക്കണം നമുക്ക് കർത്താവിനെ ആരാധിക്കേണ്ടത്. എഫെസോസിലെ വിശ്വാസികൾ ഹൃദയസൃഷ്ടി പ്രകാശിപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ഗ്രഹിക്കുകയും അതിൻ്റെ സൗന്ദര്യവും മഹത്വവും ദർശിക്കുകയും ചെയ്യുന്നതോടെ വിശ്വാസിയുടെ ഹൃദയം ആരാധനയുടെ അഗാധതയിൽ മുങ്ങി മറയുകയാണ്. ഏഴാമതായിട്ട് നാം കാണുന്നത് നമ്മുടെ നിക്ഷേപങ്ങൾ ദൈവത്തിന് തുറന്ന് വയ്ക്കുകയാണ് ആരാധന. അവർ ആ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ആ വിദ്വാൻമാർ യേശുവിനെ പൊന്നും മൂരും കുന്തിരക്കവും കാഴ്ചവെച്ചതായി കാണുന്നു. അവൻ്റെ ദൈവത്വത്തിലും സന്നിധിയിലേക്ക് ഉയരാൻ പോകുന്ന അവൻ്റെ പാപപരിഹാരമായ ജീവിത സൗരഭ്യത്തിലും അവൻ്റെ കഷ്ടാനുഭവമായ മരണത്തിൻ്റെ മഹത്വത്തിലും അവർ വിശ്വസിച്ചതായി ഈ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. അവരുടെ ഈ മാതൃക ആരാധനയ്ക്ക് അടുത്തു വരുന്ന ഓരോ വിശ്വാസിയും ഇരുന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. തൻ്റെ പുത്രനെ അഭിനന്ദിച്ചുകൊണ്ട് തൻ്റെ ജനം കാഴ്ചവെക്കുന്ന സ്വീകരിക്കുന്നതിനോളം പിതാവ് ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യവുമില്ല. പുത്രൻ്റെ ധാർമ്മിക മഹത്വവും വീണ്ടെടുപ്പിൻ മഹത്വവും ദൈവജനത്തിൻ്റെ ധ്യാനത്തിനും ചിന്തയ്ക്കും വിഷയമായി തീരണം. ക്രിസ്തുവിനെ ഏതളവിൽ ധ്യാനിച്ചാലും ദൈവത്തിങ്കിലേക്ക് അത് ആരാധനയായിട്ട് ഉയരും. വലിയവനായ ദൈവം ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഈ വിദ്വാൻമാർ കർത്താവിനെ എപ്രകാരം ആരാധിച്ചുവോ അതുപോലെ ഈ 7 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.